Good morning students, welcome to this video. നമ്മൾ BJTയുടെ സ്ട്രക്ചർ കണ്ടിന്യൂ ചെയ്യാണ്. നമുക്കറിയാം ഒരു NPN ട്രാൻസിസ്റ്റർ ആയാലും PNP ട്രാൻസിസ്റ്റർ ആയാലും അതിന് 3 റീജിയൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇതൊരു NPN ട്രാൻസിസ്റ്റർ ആണ്. NPN. ഇപ്പോൾ NPN ട്രാൻസിസ്റ്റർ ആയാലും PNP ട്രാൻസിസ്റ്റർ ആയാലും അതിന് 3 ടെർമിനൽസ് ഉണ്ട്. ഫസ്റ്റ് വൺ എമിറ്റർ, സെക്കൻഡ് വൺ ബേസ് ആൻഡ് ഫൈനൽ വൺ കളക്ടർ. അങ്ങനെ ഒരു ട്രാൻസിസ്റ്ററിന് 3 ടെർമിനൽസ് ഉണ്ട്: എമിറ്റർ, ബേസ്, കളക്ടർ. ഇനി നമുക്ക് ഓരോന്നിന്റെയും, അതായത് എമിറ്ററിന്റെയും ബേസിന്റെയും കളക്ടറിന്റെയും ഫിസിക്കൽ സൈസ് എങ്ങനെയാണ്, അതിന്റെ ഡോപ്പിംഗ് ലെവൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എമിറ്റർ. ഈ എമിറ്റർ എന്ന ടെർമിനലിന് ഇപ്പൊ NPN ട്രാൻസിസ്റ്ററിൽ N ലെയർ ആണ് എമിറ്റർ ആയിട്ട് എടുത്തിരിക്കുന്നത്, P ലെയർ ബേസും അടുത്ത N ലെയർ കളക്ടറുമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എമിറ്റർ എന്ന ടെർമിനലിന് ആ പേര് വരാൻ കാരണം ദിസ് റീജിയൻ ഓഫ് ട്രാൻസിസ്റ്റർ എമിറ്റ്സ് ചാർജ് കാരിയേഴ്സ്. ചാർജ് കാരിയേഴ്സിനെ എമിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് എമിറ്റർ എന്ന പേര് വന്നത്. This terminal got the name emitter because this terminal emits charge carriers. ചാർജ് കാരിയേഴ്സിനെ എമിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് എമിറ്റർ എന്ന പേര് വന്നത്. അപ്പോൾ എമിറ്റർ എന്ന പേര് ഒറിജിനേറ്റ് ചെയ്യാൻ കാരണം ആ റീജിയൻ ചാർജ് കാരിയേഴ്സിനെ എമിറ്റ് ചെയ്യുന്നു, അതുകൊണ്ടാണ് ആ പേര് വന്നത്. ഇനി അതിന്റെ ഡോപ്പിംഗ് ലെവൽ നോക്കുക. എന്താണ് ഈ ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ? പ്യുവർ സെമി കണ്ടക്ടർ. നമുക്കറിയാം ഈ ട്രാൻസിസ്റ്റർ നിർമ്മിക്കുന്നത് ഒന്നുകിൽ സിലിക്കൺ ട്രാൻസിസ്റ്റർ ആവാം, അല്ലെങ്കിൽ ജെർമേനിയം ട്രാൻസിസ്റ്റർ ആവാം. സിലിക്കണും ജെർമേനിയം കൊണ്ടൊക്കെയാണ് ട്രാൻസിസ്റ്റർ നിർമ്മിക്കുന്നത്. അപ്പോൾ ഡോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്യുവർ സെമി കണ്ടക്ടറിലേക്ക് ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്നതാണ് ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്നതാണ് ഡോപ്പിംഗ്. നമ്മളത് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതാണ് ഡോപ്പിംഗ്. അതായത് പ്യുവർ സെമി കണ്ടക്ടർ മെറ്റീരിയലിലേക്ക് ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്നതാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ എമിറ്റർ റീജിയൻ ഹെവിലി ഡോപ്ഡ് റീജിയൻ ആണ്. ബേസുമായിട്ടും കളക്ടറുമായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ ദിസ് എമിറ്റർ ഈസ് ഹെവിലി ഡോപ്ഡ്. ഡോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്യുവർ സെമി കണ്ടക്ടറിലേക്ക് ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്നതാണ് ഡോപ്പിംഗ്. ഇനി ഇവിടെ ഞാനിപ്പോൾ എമിറ്ററിന്റെ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. എമിറ്റർ എന്ന പേര് വരാൻ കാരണം ചാർജ് കാരിയേഴ്സിനെ എമിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അതിന് എമിറ്റർ എന്ന പേര് വരാൻ കാരണം. അതിന് ഡോപ്പിംഗ് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ബേസിനേക്കാളും കളക്ടറിനേക്കാളും ഹെവിലി ഡോപ്ഡ് എന്ന് പറയുന്നത് ആരാണ്? എമിറ്റർ ആണ്. എമിറ്റർ ഈസ് ഹെവിലി ഡോപ്ഡ് in comparison to other regions. ബേസുമായിട്ടും കളക്ടറുമായിട്ടും നോക്കിക്കഴിഞ്ഞാൽ ഈ എമിറ്റർ ഹെവിലി ഡോപ്ഡ് ആണ്. ഇനി നമുക്ക് എന്റെ ഡോപ്പിംഗ് ലെവൽ ഞാൻ പറഞ്ഞു. ബേസുമായിട്ടും കളക്ടറുമായിട്ടും നോക്കിക്കഴിഞ്ഞാൽ ഹെവിലി ഡോപ്ഡ് എന്ന് പറയുന്നത് എമിറ്റർ ആണ്. ഇനി എന്റെ ഫിസിക്കൽ സൈസ് പറയാം. ഫിസിക്കൽ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ടറിനും ബേസിനും ഇടയ്ക്കായിരിക്കും എന്റെ സൈസ്. അതായത് കളക്ടറിന്റെ സൈസ് ആണ് ഏറ്റവും കൂടിയത്. ഇപ്പൊ ലാർജ് സൈസ് എന്ന് പറയുന്നത് കളക്ടറിനായിരിക്കും, ഏറ്റവും തിൻ എന്ന് പറയുന്നത് ബേസ് ആയിരിക്കും. അതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാണ് എമിറ്ററിന്റെ സൈസ് എന്ന് പറയുന്നത്. തിന്നായിട്ടുള്ള ബേസിനും ലാർജ് സൈസുള്ള കളക്ടറിനും ഇടയ്ക്കായിരിക്കും ഈ എമിറ്ററിന്റെ ഫിസിക്കൽ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയുള്ള എമിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അറിയേണ്ട 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ എമിറ്റർ എന്ന പേര് കൈവന്നു, അതിന്റെ ഡോപ്പിംഗ് ലെവൽ എന്താണ്, അതിന്റെ ഫിസിക്കൽ സൈസ് എന്താണ്. ഫിസിക്കൽ സൈസ് ഞാൻ പറഞ്ഞു, എമിറ്ററിലും ബേസിലും കളക്ടറിലും ലാർജ് സൈസ് ഉള്ളത് കളക്ടറിനാണ്, നാരോ സൈസ് ഉള്ള അല്ലെങ്കിൽ തിൻ സൈസ് ഉള്ളത് ബേസിനാണ്. ഈ എമിറ്ററിന്റെ ഫിസിക്കൽ സൈസ് കളക്ടറിനും ബേസിനും ഇടയ്ക്കായിരിക്കും. ഫിസിക്കൽ സൈസ് ഓഫ് എമിറ്റർ ഈസ് ഇൻ ബിറ്റ്വീൻ കളക്ടർ ആൻഡ് ബേസ്. ബേസ് വളരെ തിന്നാണ്, കളക്ടർ ലാർജ് സൈസ് ആണ്, അതിനിടയിലായിരിക്കും
എമിറ്ററിന്റെ ഫിസിക്കൽ സൈസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ബേസ്. നമുക്കറിയാം ബേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മിഡിൽ റീജിയൻ ഓഫ് ദ ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്ററിന്റെ മിഡിൽ റീജിയൻ ആണ് ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്ക്, ഒരു പി ലെയർ ഈസ് സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ ടു എൻ ലെയർ. രണ്ട് എൻ ലെയറിന് ഇടയിൽ ഒരു പി റീജിയൻ സാൻഡ്വിച്ച് ചെയ്തിരിക്കുകയാണ്. ആ രണ്ട് എൻ റീജിയനും എമിറ്ററും കളക്ടറുമായിട്ട് ആക്ട് ചെയ്യും. ആ പി റീജിയൻ ബേസ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ബേസ് എന്ന് പറയുന്നത് ട്രാൻസിസ്റ്ററിന്റെ മിഡിൽ റീജിയൻ ആണ്. ഓക്കെ, ഇതിന്റെ ഫിസിക്കൽ സൈസ് എന്ന് പറഞ്ഞാൽ വളരെ തിന്നാണ്. ഓക്കെ, വളരെ തിന്നാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു എമിറ്റർ ചാർജ് കാരിയേഴ്സിനെ എമിറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. അത് എമിറ്റ് ചെയ്ത് എങ്ങോട്ടാണ് വിടുന്നത്? ബേസിലേക്കാണ് ആ ചാർജ് കാരിയേഴ്സിനെ എമിറ്റ് ചെയ്ത് വിടുന്നത്. ഓക്കെ, ഇനി അപ്പോൾ എമിറ്റർ ചാർജ് കാരിയേഴ്സിനെ എമിറ്റ് ചെയ്യുന്നത് ബേസിലേക്കാണ്. ഞാൻ ബേസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അത് അതിന്റെ ഫിസിക്കൽ സൈസ് വളരെ തിന്നാണ്. അതിന്റെ ഡോപ്പിംഗ് ലെവൽ എന്ന് പറഞ്ഞാൽ ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. എമിറ്റർ ഹെവിലി ഡോപ്ഡ് ആണെങ്കിൽ ഈ ബേസ് എന്ന് പറയുന്ന മിഡിൽ റീജിയൻ ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. ഓക്കെ, വളരെ ലൈറ്റ് ആയിട്ട് ഡോപ്പ് ചെയ്തതാണ് ബേസ്. ഇപ്പോൾ എമിറ്റർ ഹെവിലി ഡോപ്ഡ് ആണ്, ബേസ് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. ബേസ് എന്ന് പറയുന്നത് മിഡിൽ റീജിയൻ ആണ്. ഫിസിക്കലി അത് വളരെ തിന്നാണ്. ഓക്കെ, സൈസ് കൂടിയത് കളക്ടറാണ്. ഏറ്റവും തിന്നായിട്ടുള്ളത് ബേസ് ആണ്. എമിറ്ററിന്റെ സൈസ് ബേസിനും കളക്ടറിനും ഇടയ്ക്കായിരിക്കും. ഓക്കെ, ഇനി ഈ എമിറ്റർ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ചാർജ് കാരിയേഴ്സിനെ ബേസ് റീജിയനിലേക്ക് എന്തോ ചെയ്യും? എമിറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ വരുന്ന ചാർജ് കാരിയേഴ്സ് ഓക്കെ ബേസ് റീജിയനിൽ വെച്ച് റീകോമ്പിനേഷന് വിധേയമാക്കും, റീകമ്പൈൻ ചെയ്യും. കാര്യം എന്താണ്? ഇപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ ബേസ് എന്ന് പറയുന്ന ഒരു പി ലെയർ ആണ്, എമിറ്റർ എന്ന് പറയുന്ന ഒരു എൻ ലെയർ ആണ്. ഓക്കെ, നമുക്കറിയാം എൻ ലെയറിൽ മെജോറിറ്റി കാരിയർ എന്താണ്? ഇലക്ട്രോൺ ആണ്. ഈ ബേസ് എന്ന് പറയുന്ന പി റീജിയണിൽ മെജോറിറ്റി കാരിയേഴ്സ് എന്താണ്? ഹോൾസ് ആണ്. ഓക്കെ, അങ്ങനെ വന്നാൽ ആ എൻ റീജിയൻ, അതായത് എമിറ്റർ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ ബേസ് റീജിയനിൽ എത്തുകയും ബേസ് റീജിയനിലുള്ള ഹോൾസുമായിട്ട് കുറച്ച് ഹോൾസുമായിട്ട് എന്തോ ചെയ്യും? റീകമ്പൈൻ ചെയ്യും. ഓക്കെ, റീകമ്പൈൻ ചെയ്യും. ഇനി ഇങ്ങനെ റീകമ്പൈൻ ചെയ്യാത്ത ബാക്കി ചാർജ് കാരിയേഴ്സിനെ ബേസ് എങ്ങോട്ട് പാസ് ചെയ്യും? കളക്ടറിലേക്ക് പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അവശേഷിക്കുന്ന റീകോമ്പിനേഷന് വിധേയമാകാത്ത അവശേഷിക്കുന്ന ചാർജ് കാരിയേഴ്സിനെ ബേസ് കളക്ടറിലേക്ക് പാസ് ചെയ്യും. അങ്ങനെ ആ ചാർജ് കാരിയേഴ്സിനെ ആര് കളക്ട് ചെയ്യും? കളക്ടർ കളക്ട് ചെയ്യും. അതുകൊണ്ടാണ് കളക്ടർ എന്ന പേര് വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസും ഏകദേശം മനസ്സിലായി കഴിഞ്ഞു. അതായത് ട്രാൻസിസ്റ്ററിന്റെ മിഡിൽ റീജിയൻ ആണ് ബേസ്. ബേസ് ഈസ് ദ മിഡിൽ റീജിയൻ ഓഫ് transistor. Okay, in contrast to emitter which is heavily doped, this base is lightly doped. Emitter എന്ന് പറഞ്ഞാൽ heavily doped ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ this base region is lightly doped. Okay, lightly doped. ഇനി ഇതിന്റെ ഫിസിക്കൽ സൈസ് എന്ന് പറഞ്ഞാൽ വളരെ നാരോ ആയിരിക്കും, വളരെ തിന്നായിരിക്കും. ഇനി എമിറ്റർ അതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ചാർജ് കാരിയേഴ്സിനെ ബേസിലേക്ക് എമിറ്റ് ചെയ്യും, ബേസ് റീജിയനിലേക്ക് എമിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എമിറ്റർ എമിറ്റ് ചെയ്യുന്ന ചാർജ് കാരിയേഴ്സ് ബേസ് റീജിയനിൽ വന്ന് റീകോമ്പിനേഷൻ നടത്തും. ഉദാഹരണത്തിന് ഈ ബേസ് എന്ന് പറയുന്നത് പി ലെയർ ആണ്, അവിടെ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആണ്. അപ്പോൾ ഈ ബേസിലുള്ളത് ഹോൾസ് എന്ന് വെച്ചു. എമിറ്റർ എൻ റീജിയൻ ആണ്, അവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. എമിറ്റർ ഇലക്ട്രോൺസിനെ ബേസിലേക്ക് എമിറ്റ് ചെയ്താൽ അത് ബേസ് റീജിയനിൽ വന്ന് ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യും. കുറച്ചെണ്ണം അവശേഷിക്കുന്ന ചാർജ് കാരിയേഴ്സിനെ ബേസ് എങ്ങോട്ടേക്ക് പാസ് ചെയ്യും? കളക്ടറിലേക്ക് പാസ് ചെയ്യും. കളക്ടർ അതിനെ എന്തോ ചെയ്യും? കളക്ട് ചെയ്യും. ഓക്കെ, അതാണ് ഈ പറഞ്ഞിരിക്കുന്ന സെന്റൻസ്. ബേസ് റീജിയൻ accept
സം ഓഫ് ദ ചാർജ് കാരിയേഴ്സ് ബൈ റീകോമ്പിനേഷൻ. ഞാൻ പറഞ്ഞു എമിറ്റർ എമിറ്റ് ചെയ്യുന്ന ഈ ഇലക്ട്രോണും മറ്റും ബേസ് റീജിയനിൽ വന്ന് അവിടുത്തെ ഹോൾസുമായിട്ട് എന്തോ റീകമ്പൈൻ ചെയ്യും. ഓക്കെ, ഇനി അവശേഷിക്കുന്ന ഇലക്ട്രോണിനെ അല്ലെങ്കിൽ ചാർജ് കാരിയേഴ്സിനെ എങ്ങോട്ടേക്ക് പാസ് ചെയ്യും? കളക്ടറിലേക്ക് പാസ് ചെയ്യും. ആൻഡ് പാസസ് മോസ്റ്റ് ഓഫ് ദ കാരിയേഴ്സ് ടു കളക്ടർ റീജിയൻ. കളക്ടർ റീജിയനിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ ബേസ് എന്ന് പറഞ്ഞാൽ വളരെ തിന്നാണ്, ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. ഓക്കെ, എമിറ്റർ എമിറ്റ് ചെയ്യുന്ന ചാർജ് കാരിയേഴ്സിനെ, ഭൂരിഭാഗം ചാർജ് കാരിയേഴ്സിനെയും ബേസ് എങ്ങോട്ടേക്ക് പാസ് ചെയ്യും? കളക്ടറിലേക്ക് പാസ് ചെയ്യും. കുറച്ചെണ്ണം മാത്രം ബേസ് റീജിയനിൽ വന്ന് റീകോമ്പിനേഷൻ നടത്തും. ഭൂരിഭാഗം ചാർജ് കാരിയേഴ്സിനെയും, എമിറ്റർ എമിറ്റ് ചെയ്യുന്ന ഭൂരിഭാഗം ചാർജ് കാരിയേഴ്സിനെയും ബേസ് കളക്ടറിലേക്ക് പാസ് ചെയ്യും. ലാസ്റ്റ് റീജിയൻ കളക്ടറാണ്. അപ്പോൾ ബേസ് റീജിയൻ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിനെയും കളക്ടറിലേക്ക് പാസ് ചെയ്യും. കളക്ടർ അതിനെ കളക്ട് ചെയ്യും. അങ്ങനെയാണ് കളക്ടർ എന്ന പേര് വരുന്നത്. ഓക്കെ, ദ കളക്ടർ റീജിയൻ കളക്ട്സ് മെജോറിറ്റി ഓഫ് ദ ചാർജ് കാരിയേഴ്സ് ഫ്രം എമിറ്റർ റീജിയൻ ത്രൂ ബേസ്. അപ്പോൾ എമിറ്റർ എമിറ്റ് ചെയ്യുന്ന ചാർജ് കാരിയേഴ്സ്, കുറച്ച് ചാർജ് കാരിയേഴ്സ് ബേസിൽ വന്ന് റീകോമ്പിനേഷന് വിധേയമാകും. പക്ഷെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സും ബേസ് വഴി എവിടെത്തും? കളക്ടറിലെത്തും. കളക്ടർ അതിനെ കളക്ട് ചെയ്യും. ഇനി കളക്ടർ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡോപ്പിംഗ് ലെവൽ എങ്ങനെയായിരിക്കും? ബേസ് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്, എമിറ്റർ ഹെവിലി ഡോപ്ഡ് ആണ്. ദിസ് ഈസ് മോഡറേറ്റ്ലി ഡോപ്ഡ്. ഇത് മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ്. ഓക്കെ, ഇവിടുത്തെ ഡോപ്പിംഗ് ലെവൽ എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്. ബേസിന്റെ കേസിൽ ലൈറ്റ്ലി ഡോപ്ഡ് ആണ്, ഡോപ്പിംഗ് ലെവൽ ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. എമിറ്റർ ആണെങ്കിൽ ഹെവിലി ഡോപ്ഡ് ആണ്. ഈ കളക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡറേറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എമിറ്റർ എമിറ്റ് ചെയ്യുന്ന മെജോറിറ്റി ചാർജ് കാരിയേഴ്സും ബേസ് വഴി എവിടെത്തും? കളക്ടറിലെത്തും. കളക്ടർ അതിനെ കളക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ കളക്ടർ എന്ന് വിളിക്കുന്നത്. കുറച്ച് ചാർജ് കാരിയേഴ്സ് മാത്രം ബേസിൽ വെച്ച് റീകോമ്പിനേഷന് വിധേയമാകും. ഇനി ഇതിന്റെ ഫിസിക്കൽ സൈസ് എങ്ങനെയായിരിക്കും? ഇനി physical size of collector. Physical size of collector greater than emitter. ഓക്കെ, അപ്പോൾ കളക്ടറിന്റെ ഫിസിക്കൽ സൈസ് എമിറ്ററിനേക്കാൾ കൂടുതലായിരിക്കും. ഏറ്റവും നാനോ ബേസ് ആയിരിക്കും, ഏറ്റവും തിൻ ബേസ് ആയിരിക്കും. അതിനേക്കാൾ സൈസ് ആർക്കുണ്ട്? എമിറ്ററിനുണ്ട്. ഏറ്റവും കൂടുതൽ സൈസ് ഉള്ളത് കളക്ടറിനാണ്. കാര്യം എന്താണ്? ദിസ് ഈസ് ബിക്കോസ് collector dissipates heat. ഹീറ്റിനെ പുറത്തേക്ക് വിടുന്നത് കളക്ടറാണ്. ഓക്കെ, അത് നമ്മൾ വിശദമായിട്ട് കുറച്ച് കഴിഞ്ഞ് പഠിക്കും എന്താണ് ഹീറ്റിനെ ഡിസിപ്പേറ്റ് ചെയ്യാന്നൊക്കെ. അപ്പോൾ ഈ കളക്ടറാണ് ഹീറ്റിനെ പുറത്തേക്ക് ഡിസിപ്പേറ്റ് ചെയ്ത് കളയുന്നത്. അതുകൊണ്ട് കളക്ടറിന്റെ സൈസ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ കളക്ടർ എന്ന് പറയുന്നത് അതിന്റെ ഡോപ്പിംഗ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ്. ഓക്കെ, എമിറ്റർ ഹെവിലി ആണ്, ബേസ് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്, കളക്ടർ മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ്. ഫിസിക്കൽ സൈസ് ഏറ്റവും കൂടുതൽ കളക്ടറിനാണുള്ളത്. കാര്യം അത് ഹീറ്റ് വെളിയിലേക്ക് ഡിസിപ്പേറ്റ് ചെയ്യുന്നു. ഇനി എമിറ്റർ, നമുക്ക് ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ എമിറ്റർ എമിറ്റ് ചെയ്യുന്ന മെജോറിറ്റി ചാർജ് കാരിയേഴ്സും ബേസ് വഴി കളക്ടറിലെത്തും. വളരെ കുറച്ച് മാത്രം റീകോമ്പിനേഷന് വിധേയമാകും. ഇനി നമ്മൾ ഈ സിമ്പലും കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഇവിടെ നോക്ക്, ഞാൻ കഴിഞ്ഞ ക്ലാസ് സൂചിപ്പിച്ചാണ് സിമ്പല്. NPN ട്രാൻസിസ്റ്ററിന്റെ സിമ്പല്, PNP ട്രാൻസിസ്റ്ററിന്റെ സിമ്പല്.
ട്രാൻസിസ്റ്ററിന്റെ 3 ടെർമിനലാണുള്ളത്, എമിറ്റർ, ബേസ്, കളക്ടർ. ഇത് NPNന്റെ സിമ്പിൾ ആണ്, ഇത് PNPയുടെ സിമ്പിൾ ആണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടെണ്ണത്തിലും NPNും PNPക്കും 3 ടെർമിനലാണുള്ളത്, എമിറ്റർ, ബേസ്, കളക്ടർ. അവിടെയും എമിറ്ററും ബേസും കളക്ടറും ഉണ്ട്. പക്ഷെ വ്യത്യാസം എന്താണ്? വ്യത്യാസം എന്ന് പറയുന്നത് കണ്ടോ, ഈ ആരോയിലാണ്. ഓക്കെ, NPNന്റെ കേസിൽ ആരോയുടെ ഡയറക്ഷൻ ബേസിൽ നിന്ന് എമിറ്ററിലേക്കാണ്. PNPയുടെ കേസിൽ ആരോയുടെ ഡയറക്ഷൻ എമിറ്ററിൽ നിന്ന് ബേസിലേക്കാണ്. എന്താണ് ഈ ആരോയുടെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആരോയുടെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കൺവെൻഷണൽ കറന്റ് ഫ്ലോ ആണ്. ഡയറക്ഷൻ ഓഫ് ആരോ ഇൻഡിക്കേറ്റ്സ് കൺവെൻഷണൽ കറന്റ് ഫ്ലോ. കറന്റ് ഫ്ലോയുടെ ഡയറക്ഷൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് NPNൽ ബേസിൽ നിന്ന് എമിറ്ററിലേക്കാണ്. ഓക്കെ, PNPയിൽ ഡയറക്ഷൻ എമിറ്ററിൽ നിന്ന് ബേസിലേക്കാണ്. NPNൽ ബേസിൽ നിന്ന് എമിറ്ററിലേക്കും, ഓക്കെ, PNPയിൽ എമിറ്ററിൽ നിന്ന് ബേസിലേക്കുമാണ്. അതാണ് ഈ സിമ്പിൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ആരോയുടെ ഡയറക്ഷൻ സൂചിപ്പിക്കുന്നത് കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ ആണ്. NPNന്റെ കേസിൽ ബേസിൽ നിന്ന് എമിറ്ററിലേക്കാണ്. PNPയുടെ കേസിൽ എമിറ്ററിൽ നിന്ന് ബേസിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ.